നമസ്കാരം, ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കഞ്ഞിക്കുഴിയിൽ ആദിവാസി യുവാവിന്റെ മണ്ണുമാന്തി യന്ത്രം വനവകുപ്പ് വിട്ടു നൽകുന്നത് സംബന്ധിച്ച് തീരുമാനമായില്ല. മൂന്നാർ DFOയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. ബുധനാഴ്ച വനവകുപ്പ് മന്ത്രിയുമായി തിരുവനന്തപുരത്ത് വീണ്ടും ചർച്ച. ഇടുക്കിയിൽ ഭൂമാഫിയയ്ക്കും കയ്യേറ്റക്കാർക്കും കനത്ത പ്രഹരമേൽപ്പിച്ച് റവന്യൂ വകുപ്പിന്റെ തിരിച്ചുപിടിക്കൽ നടപടി. പൂപ്പാറ, രാജകുമാരി വില്ലേജുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പൂപ്പാറ മുള്ളംതണ്ടിലെ സർക്കാർ പുറമ്പോക്ക് ഭൂമി റവന്യൂ അധികൃതർ ഒഴിപ്പിച്ചു. നടപടികൾ കനത്ത പോലീസ് കാവലിൽ. കട്ടപ്പന നഗരത്തിലെ അനധികൃത നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയ നഗരസഭാ കൌൺസിലർ ബേബി കുര്യനെ നഗരസഭാ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അസഭ്യം പറഞ്ഞതായി പരാതി. സംഭവത്തിനെതിരെ LDF കൌൺസിലർമാർ നഗരസഭാ ഓഫീസിൽ പ്രതിഷേധിച്ചു. സംഭവത്തിൽ അടിയന്തര കൌൺസിൽ യോഗം ചേരണമെന്നും ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കർഷക സംഘം ഇടുക്കി ഏരിയ കമ്മിറ്റി 16-ന് നഗരംപാറ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. മുൻമന്ത്രി MM മണി സമരം ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ. വിശദമായ വാർത്തകളിലേക്ക്. കഞ്ഞിക്കുഴിയിൽ ആദിവാസി യുവാവിന്റെ മണ്ണുമാന്തി യന്ത്രം വനവകുപ്പ് വിട്ടു നൽകുന്നത് സംബന്ധിച്ച് തീരുമാനമായില്ല. മൂന്നാർ DFOയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയാണ് തീരുമാനമാകാതെ പിരിഞ്ഞത്. ബുധനാഴ്ച വനംവകുപ്പ് മന്ത്രിയുമായി തിരുവനന്തപുരത്ത് ചർച്ച നടത്തും. 5 വർഷം മുമ്പ് വീടിന് മണ്ണെടുത്തതിന്റെ പേരിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട അജീഷിന്റെ JCB പിടിച്ചെടുത്തത്. വാഹനം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് അജീഷ് കഴിഞ്ഞ ദിവസം ശരീരത്ത് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. മൂന്നാർ DFOയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്താമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. എന്നാൽ ഈ ചർച്ചയും വിജയിച്ചില്ല. വണ്ടി പിടിച്ചെടുത്ത വനംവകുപ്പിന്റെ നടപടികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കുമെന്ന് മൂന്നാർ DFO പറഞ്ഞു. സർക്കാരിലേക്ക് വണ്ടി കണ്ടുകെട്ടുമെന്നും അജീഷിന് കോടതിയെ സമീപിച്ച് JCB വീണ്ടെടുക്കാമെന്നും DFO പറഞ്ഞു. അതൊരു പ്രത്യേക വകുപ്പ് പ്രകാരമുള്ള നടപടിക്രമമാണ്. അത് പരിശോധിച്ച് അതിലൊരു അന്തിമ ഉത്തരവ് ഇറക്കാൻ പെൻഡിംഗ് ഉണ്ടായിരുന്നു. അത് ചെയ്യും. അതിനകത്തുണ്ട്, അത് നോക്കിയിട്ട് ചെയ്യും. 18 ലക്ഷം കോമ്പൗണ്ട് ചെയ്യേണ്ട കേസല്ലോ ഇത്. അങ്ങനത്തെ കേസല്ല. ഇത് ബന്ധപ്പെട്ടൊരു നടപടിക്രമം പൂർത്തീകരിക്കാറുണ്ട്. അത് ഒരാഴ്ചയ്ക്ക് പൂർത്തീകരിക്കാം. അത് പൂർത്തീകരിക്കട്ടെ. അത് പറയാം. ഇതൊരു ഫൈനൽ ഓർഡർ ഇഷ്യൂ നിലവിലുള്ള 61 പ്രകാരമുള്ള നടപടിക്രമം നേരത്തെ ഒക്കെ നോട്ടീസ് കൊടുക്കുകയും അത് ഹിയറിംഗ് നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ചത് അന്തിമ ഉത്തരവ് ഇറക്കും. ഈ മരം പറിച്ചതുമായി ബന്ധപ്പെട്ട പിഴ അടക്കിയാൽ മാത്രം തീരുന്ന കേസാവും. അല്ലല്ല, അത് പറയാം. അത് കോടതിയിലുള്ള കേസാണ്. ചർച്ചയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് യാതൊരു ഉറപ്പുകളും ലഭിച്ചില്ലെന്ന് അജീഷ് പറഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ 61A അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. വണ്ടി വിട്ടു തന്നേക്കുന്നത്. അതിൻ്റെ അത് ബോണ്ട് കെട്ടണോ ബോണ്ട് കെട്ടണ്ടയോ, എനിക്ക് ഈ വണ്ടി പണിതിറക്കാനുള്ള പൈസയോ ഇതിൻ്റെ നഷ്ടപരിഹാരങ്ങളോ ഇതൊന്നും വേണ്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എത്രത്തോളം ഇതിൻ്റെ വാക്കിനെ വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് സംശയമാണ്. അല്ല, ഇതിൻ്റെ അകത്ത് 61A അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ ചെയ്യാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് എങ്ങനെയാണ് ചെയ്യുന്നത്? 61A അനുസരിച്ച് ഈ നടപടിക്രമങ്ങൾ ചെയ്യാന്ന് പറയുമ്പോൾ ആ വണ്ടിക്ക് ബോണ്ട് കിട്ടിയ തുക അതിനനുസരിച്ചാണോ എങ്ങനെയാണെന്നുള്ള കാര്യം വ്യക്തമാക്കി. ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഈ സർക്കാരിലേക്ക് വനം വകുപ്പിലേക്ക് വണ്ടി കണ്ടുകെട്ടിയിട്ടുണ്ട്. ഈ കണ്ടുകെട്ടിയേക്കുന്നതാണ് ഈ 61A. അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളിൽ ഇനിയും ഉണ്ടാകുന്നത്. അപ്പൊ ഇനിയും വരുന്നത് ബോണ്ടിങ് തന്നെ. അല്ലാതെ എനിക്കറിയത്തില്ല ബാക്കിയുള്ള കാര്യങ്ങളല്ല. കോടതിയെ സമീപിക്കുന്നുണ്ടോ എന്നാണ് ഉദ്ദേശിച്ചത്. ഇല്ല, അന്ന് ഞാൻ എല്ലാ വണ്ടിയെന്ന് പെട്രോൾ ഒഴിച്ച് ഇറങ്ങുമ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഈ വണ്ടി വിട്ടുതരാമെന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാന്ന് പറഞ്ഞ് ഉറപ്പിന്നലെ ഇറങ്ങിയത്. ഇന്നിപ്പോ ഇങ്ങനെ പറയുന്നതിന്റെ കാര്യം എനിക്കറിയാം. ചർച്ച വിജയമാണെന്ന് തോന്നുന്നത്. ഇല്ല, ഒട്ടുമില്ല. മന്ത്രിയെ കാണാവുന്ന അല്ല, അന്ന് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് RCO കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് വരെ അതിന്റെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പോകും. നാളെ പോകും. 61A എന്ന് പറയുമ്പോൾ വാഹനം കണ്ടുകിട്ടുക എന്നതിനപ്പുറത്തേക്ക് ഉടമസ്ഥന് വിട്ടുകൊടുക്കുക എന്നുള്ള വകുപ്പ് അതിനകത്തില്ല. അല്ല, വിട്ടുകൊടുക്കാന്നുണ്ട്. അന്ന് അവരിട്ടേക്കുന്ന വാലുവേഷൻ ഇട്ടേക്കുന്ന ആ തുകയ്ക്കനുസരിച്ചുള്ള അതിന്റെ ബോണ്ട് കെട്ടിയാൽ മാത്രം. ഇല്ലെങ്കിൽ അതിന്റെ അതുല്യമായ വസ്തുജാമ്യം കൊടുത്താൽ വണ്ടി കിട്ടും. അതിനനുസരിച്ചാണ് എനിക്ക് പണ്ടായ കാര്യങ്ങൾ എൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ.
ബുധനാഴ്ച തിരുവനന്തപുരത്ത് വനംവകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തുന്ന ചർച്ചയിലാണ് ഇനി അജീഷിന്റെ പ്രതീക്ഷ. ഇടുക്കിയിൽ ഭൂമാഫിയയ്ക്കും കയ്യേറ്റക്കാർക്കും കനത്ത പ്രഹരമേൽപ്പിച്ച് റവന്യൂ വകുപ്പിന്റെ തിരിച്ചുപിടിക്കൽ നടപടി. പൂപ്പാറ രാജകുമാരി വില്ലേജുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പൂപ്പാറ മുള്ളംതണ്ടിലെ സർക്കാർ പുറമ്പോക്ക് ഭൂമി റവന്യൂ അധികൃതർ ഒഴിപ്പിച്ചു. കനത്ത പോലീസ് കാവലിലായിരുന്നു നടപടികൾ. പൂപ്പാറ രാജകുമാരി വില്ലേജുകളിൽ ഉൾപ്പെട്ട പൂപ്പാറ മുള്ളംതണ്ടിലെ 4 ഏക്കറോളം സർക്കാർ പുറമ്പോക്കിലെ കയ്യേറ്റമാണ് റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത്. രാജകുമാരി വില്ലേജ് ബ്ലോക്ക് 9ലും പൂപ്പാറ വില്ലേജ് 11, 12 ബ്ലോക്കുകളിലുമായുള്ള ഭൂമിയാണ് ഒഴിപ്പിച്ചത്. ഇവിടെ നിർമ്മിച്ചിരുന്ന താൽക്കാലിക ഷെഡും ഏലം കൃഷിയും നീക്കം ചെയ്തു. നേരത്തെ ഇവിടെ നിർമ്മിച്ച ഒരു പടുതാക്കുളം ദുരന്ത നിവാരണ നിയമപ്രകാരം റവന്യൂ അധികൃതർ നികത്തിയിരുന്നു. 4 പതിറ്റാണ്ടിലധികമായി കൈവശം വെച്ചിരുന്ന ഭൂമിയാണിതെന്നായിരുന്നു ഉടമയുടെ വാദം. എന്നാൽ ഇത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാനായില്ലെന്നും സർക്കാർ പുറമ്പോക്ക് ഭൂമിയാണെന്ന് സ്ഥിരീകരിച്ചതോടെയുമാണ് കയ്യേറ്റം ഒഴിപ്പിച്ചതെന്നും റവന്യൂ ഉദ്യോഗസ്ഥർ പറഞ്ഞു. മനോഹരൻ എന്ന് പറഞ്ഞയാൾ പൂപ്പാറ വില്ലേജിലെ മുള്ളംതണ്ട് ഭാഗത്ത് 1.5 ഏക്കറോളം സർക്കാർ ഭൂമി കയ്യേറി ഏലം കൃഷി ചെയ്ത് ഷെഡ് വെച്ച് അയാൾ താമസിക്കുകയാണ്. കുറച്ച് നാളുകളായിട്ട് അയാളോട് നമ്മൾ ഒഴിഞ്ഞു പോകുന്നു ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അയാൾ ചെയ്യാൻ തയ്യാറായിട്ടില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ 7 ദിവസത്തേക്ക് ഒഴിയാൻ പറഞ്ഞ് നോട്ടീസ് കൊടുക്കുകയും അയാളെ ഇന്ന് താലൂക്ക് ഓഫീസിലെ ഡെപ്യൂട്ടി തഹസിൽദാരുടെയും രാജകുമാരി വില്ലേജ് ഓഫീസിലെ സ്റ്റാഫും വില്ലേജ് സ്റ്റാഫും എല്ലാവരുടെയും കൂടെ സഹായത്തോടു കൂടി ഒഴിപ്പിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ രാജകുമാരി വില്ലേജിലും 1 ഏക്കർ വസ്തു ഒരാൾ വില്യംസ് എന്ന് പറഞ്ഞ ഒരാൾ കയ്യേറിയിട്ടുണ്ടായിരുന്നു. അതും അയാളോട് ഒരു ഷെഡ് നിർമ്മിച്ചിരുന്നു. അതും നമ്മൾ പൊളിച്ചു നീക്കി ഒഴിപ്പിച്ച് സർക്കാർ അധീനതയിൽ ഏറ്റെടുത്തുകൊണ്ടിരിക്കുക. ഉടുമ്പൻചോല ഡെപ്യൂട്ടി തഹസിൽദാർ ജെയ്സൺ ജോർജ്, പൂപ്പാറ വില്ലേജ് ഓഫീസർ MH ഫിലാൽ, രാജകുമാരി വില്ലേജ് ഓഫീസർ KR രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയാക്കിയത്. ശാന്തൻപാറ പോലീസും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. ഭൂമി കൈവശം വെച്ചിരുന്നവരാരും ഇവിടെ ഉണ്ടായിരുന്നില്ല. കട്ടപ്പന നഗരത്തിലെ അനധികൃത നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയ നഗരസഭാ കൗൺസിലർ ബേബി കുര്യനെ നഗരസഭാ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അസഭ്യം പറഞ്ഞതായി പരാതി. സംഭവത്തിനെതിരെ LDF കൗൺസിലർമാർ നഗരസഭാ ഓഫീസിൽ പ്രതിഷേധിച്ചു. സംഭവത്തിൽ അടിയന്തര കൗൺസിൽ യോഗം ചേരണമെന്നും ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നും LDF ആവശ്യപ്പെട്ടു. കട്ടപ്പനയിൽ നടക്കുന്ന അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ പരാതി നൽകിയ നഗരസഭാ കൗൺസിലർ ബേബി കുര്യനെയാണ് നഗരസഭയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അസഭ്യം പറഞ്ഞുവെന്ന പരാതി ഉയർന്നിരിക്കുന്നത്. ബേബി കുര്യന്റെ വാർഡിൽ അനധികൃതമായി നിർമ്മിക്കുന്ന കെട്ടിടത്തിനെതിരെയാണ് ഇദ്ദേഹം പരാതി നൽകിയത്. സംഭവത്തെ തുടർന്ന് ബേബി കുര്യന്റെ പിതാവിനെ ചേർത്ത് എഞ്ചിനീയർ അസഭ്യം പറയുകയായിരുന്നുവെന്നാണ് പരാതി. നഗരസഭ AE തന്റെ പദവിക്ക് ചേരാത്ത വിധമാണ് പ്രവർത്തിക്കുന്നത്. ജനപ്രതിനിധികളുടെ അധികാരം എന്തെന്ന് മനസ്സിലാക്കാതെയാണ് മുഹമ്മദ് അഫ്സൽ എന്ന ഉദ്യോഗസ്ഥൻ പെരുമാറിയതെന്ന് നഗരസഭാ പ്രതിപക്ഷ കൗൺസിലർ VR സജി പറഞ്ഞു. അനധികൃതമായി നിർമ്മാണം നടക്കുന്നതുമായിട്ടായിരുന്നു പരാതി. ആ പരാതി അന്വേഷിക്കാൻ തയ്യാറാകാത്ത വട്ടത്തിൽ 2 തവണ 3 തവണ അദ്ദേഹം വീണ്ടും AEയെ കാണുകയും അത് സംബന്ധിച്ച് പരാതി പറയുകയും ഉണ്ടായി. ആ പരാതി പറയാൻ വേണ്ടി ഇന്നലെ ഉച്ചയോടുകൂടി എത്തിയ ബേബിയെ ബേബി പരാതി വന്ന കൂട്ടത്തിൽ ബേബി പറഞ്ഞു ഇത് അഴിമതിയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നതെന്നും അനധികൃത നിർമ്മാണം ഈ മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് നടക്കുന്നതെന്നും അതുകൊണ്ട് ഇത് വ്യവസ്ഥാപിതമായി അന്വേഷിക്കണമെന്നും പറഞ്ഞപ്പം ബേബിയുടെ പിതാവിനെ കൂട്ടി തെറി പറയുകയും അദ്ദേഹത്തെ അടിക്കാനും കയ്യേറ്റം ചെയ്യാനും ചെയ്യുകയും അദ്ദേഹത്തോട് വളരെ മോശമായ നിലയിൽ പ്രതികരിക്കുന്ന സ്ഥിതിയാണ് ശ്രീ മുഹമ്മദ് അജ്മൽ സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പദവിക്ക് ചേരാത്ത ഒരു കാര്യമാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലുള്ള അധികാരം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് അദ്ദേഹം ഈ കാര്യം ചെയ്തിട്ടുള്ളത്. ഈ കാര്യത്തിൽ അദ്ദേഹത്തെ നിയമപരമായി നടപടിക്ക് വേണ്ടി പോലീസിൽ പരാതി കൊടുക്കാനും അതുപോലെ തന്നെ നഗരസഭാ സെക്രട്ടറിക്കും അതുപോലെ തന്നെ ചെയർമാനും എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശക്തമായ അന്വേഷണം നടത്തി ഈ കാര്യത്തിലുള്ള കൃത്യമായ ഒരു മറുപടി ഈ ജനപ്രതിനിധിക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി സംബന്ധിച്ചും വളരെ കൃത്യമായ ഒരു അന്വേഷണം നടത്തണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർ ആവശ്യപ്പെടുകയാണ്. കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ കൈക്കൂലി വാങ്ങുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുന്ന ഉദ്യോഗസ്ഥനാണെന്നറിഞ്ഞിട്ടും പരാതിയുമായി ചെന്നപ്പോഴാണ് തനിക്ക് ഈ ദുരനുഭവം ഉണ്ടായതെന്ന് ബേബി കുര്യൻ വ്യക്തമാക്കി. അപ്പോൾ ഞാൻ ഞാൻ ഇന്നലെ സെക്രട്ടറി കണ്ട് AEയോട് ഞാൻ പറഞ്ഞു എന്ത് നിലപാടെടുത്തു എന്ന് ചോദിച്ചു. ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ എന്ത് നിലപാടെന്ന് പുള്ളി പറഞ്ഞു ഞാനല്ലാതെ സെക്രട്ടറിയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. സെക്രട്ടറി എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സാർ അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഇവിടെ ഓരോ ആൾക്കാർക്കും സ്റ്റോപ്പമ്മ കൊടുക്കുകയല്ലോ അല്ലേന്ന് ചോദിച്ചു. എന്നിട്ടും പറഞ്ഞു ഞാൻ സ്റ്റോപ്പമ്മ കൊടുക്കുന്ന കാര്യം പറഞ്ഞതേയും പുള്ളി പറഞ്ഞു അത് നീ എന്നോടല്ല പറയേണ്ടത്, എന്നെ വളരെ മ്ലേച്ഛമായ രീതിയിൽ എന്നെ അടിക്കാൻ വരികയും ആക്രോശിച്ചു കൊടുത്ത് ഒരുപാട് തെറി എന്നെ വിളിച്ചു, എൻ്റെ പിതാവിനെ വിളിച്ചു, മദറിനെ അമ്മയെ വിളിച്ചു, ഒരുപാട് രീതിയിലുള്ള ചീത്ത വാക്കുകൾ പറഞ്ഞ് ഇവിടുത്തെ സ്റ്റാഫുകളുള്ളതിൻ്റെ പേരിലാണ് അടി നടക്കാതെ പോയത്.
ആ പുള്ളിക്കാരൻ അതുപോലെ വയലൻ്റ് ആകുക. അത് കഴിഞ്ഞപ്പോൾ എന്നോട് ഇവിടുന്ന് അവർ പറഞ്ഞു ഈ പുള്ളിയുടെ സ്ഥിരം പരിപാടി ഒന്നും ഇവിടെ ഉണ്ടാകത്തിന് അപ്പനെ വിളിക്കുക എന്നുള്ളതാണ് ഈ പുള്ളിയുടെ ഏറ്റവും വലിയ ഹോബി. വളർന്നു വന്ന രീതിയുടെ ആയിരിക്കും എന്ന് പറയും. അപ്പോൾ മാത്രമല്ല നിങ്ങൾ 1 മണിക്ക് ചേട്ടാ ഇതിനെ കാണാൻ വരരുത്, നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കറിയത്തില്ലല്ലോ ഈ ഒരു ഓഫീസ് ഉദ്യോഗസ്ഥൻ കഞ്ചാവ് കഴിച്ചിട്ടിരിക്കുകയാണോ MDMA കഴിച്ചിട്ടിരിക്കുകയാണോ നമുക്കറിയത്തില്ല. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ 58 വർഷത്തിനിടെ ജീവിതത്തിൽ ഇതുപോലെ മ്ലേച്ഛമായ സംഭാഷണം ഞാൻ കേട്ടിട്ടില്ല. അടിയന്തര കൗൺസിൽ യോഗം ചേരണമെന്നും ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നും LDF കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. ചെയർപേഴ്സൺ, സൂപ്രണ്ട് എന്നിവർക്ക് കൗൺസിലർമാർ പരാതിയും നൽകി. അതേസമയം നഗരസഭാ സെക്രട്ടറി ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കർഷക സംഘം ഇടുക്കി ഏരിയ കമ്മിറ്റി 16-ന് നഗരംപാറ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. മുൻമന്ത്രി M. M. മണി സമരം ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ ചെറുതോണിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഞ്ഞിക്കുഴി വില്ലേജിൽ റവന്യൂ ഭൂമി കയ്യേറുന്ന വനംവകുപ്പിന്റെ നടപടി അവസാനിപ്പിക്കുക, കാട്ടാന ആക്രമണം തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കുക, കൃഷിക്കാർക്കെതിരെ വനംവകുപ്പെടുത്ത കള്ളക്കേസുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. 1902 തിരുവിതാംകൂർ ഭരണകൂടത്തിന്റെ വിജ്ഞാപനപ്രകാരം കഞ്ഞിക്കുഴി വില്ലേജും ഇടുക്കി വില്ലേജിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും നഗരംപാറ റിസർവ് വനത്തിനുള്ളിലാണെന്നാണ് വനംവകുപ്പിന്റെ വാദം. എന്നാൽ ഇവിടെ റവന്യൂ ഭൂമിയും വനഭൂമിയും കൃത്യമായ അതിരുകളുടെ അടിസ്ഥാനത്തിൽ വേർതിരിഞ്ഞാണ് കിടക്കുന്നത്. വനാതിർത്തി ജണ്ടയിട്ട് വനംവകുപ്പ് തിരിച്ചിട്ടുണ്ട്. 6 പതിറ്റാണ്ടിലധികമായി കുടിയേറി പാർത്തവരും സർക്കാർ വിവിധ ഘട്ടങ്ങളിൽ കുടിയിരുത്തിയവരുമാണ് വനാതിർത്തിക്ക് പുറത്ത് കൃഷി ചെയ്ത് ജീവിക്കുന്നത്. എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാലങ്ങളായി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കർഷകരെ ഭീഷണിപ്പെടുത്തുകയും കള്ളക്കേസുകളിൽ കുടുക്കുകയുമാണെന്ന് കർഷക സംഘം നേതാക്കൾ പറഞ്ഞു. ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് 1902 തിരുവിതാംകൂർ രാജാക്കന്മാരുടെ രാജഭരണകാലത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം കഞ്ഞിക്കുഴി വില്ലേജ് പൂർണ്ണമായും നഗരംപാറ റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമാണ് എന്നാണ് പറയുന്നത്. ഇടുക്കി വില്ലേജിൻ്റെ കുറേ ഭാഗങ്ങളും ഭൂരിപക്ഷം പ്രദേശങ്ങളും ഈ നഗരംപാറ ഫോറസ്റ്റ് റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമാണ് എന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പറയുകയാണ്. ഇതേ പ്രശ്നം തന്നെ വണ്ണപ്പുറം പഞ്ചായത്തിലും തൊടുപുഴ നമ്മുടെ ജില്ലാശുപത്രി നിലനിൽക്കുന്ന സ്ഥലം വരെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ക്ലെയിം ഉന്നയിച്ച് പലപ്പോൾ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു ശരിയല്ലാത്ത കാര്യമാണ്. രാജഭരണകാലത്തെ തെറ്റായ നോട്ടിഫിക്കേഷനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലത്ത് റവന്യൂ ഭൂമി വേർതിരിച്ച് ജണ്ടയിട്ട് വേർതിരിച്ചതിന് ശേഷം കൃഷിക്കാരുടെ കൃഷിയിടത്തിൽ ക്ലെയിം ഉന്നയിക്കുന്നതും കൃഷിക്കാരുടെ മേൽ കള്ളക്കേസ് എടുക്കുന്നതും തികച്ചും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. കേരള കർഷക സംഘം ആവശ്യപ്പെടുന്നത് ഇങ്ങനെ നിയമവിരുദ്ധമായി ആളുകളുടെ കൈവശമിരിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ടിട്ടുള്ള ജണ്ടകൾ വനം വകുപ്പ് തന്നെ നീക്കം ചെയ്യണം. മാത്രമല്ല അവിടുത്തെ ആളുകളുടെ മേലെടുത്തിട്ടുള്ള കള്ളക്കേസുകൾ പിൻവലിക്കുകയും കള്ളക്കേസുകളിലൂടെ നഷ്ടം സംഭവിച്ചിട്ടുള്ള ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനും വനം വകുപ്പ് തയ്യാറാവണം. പാൽക്കുളമ്മേട് മുതൽ മക്കുവള്ളി വരെയുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ പലയിടത്തും കൈവശഭൂമിക്കുള്ളിലുള്ള പാറ ജണ്ടയിട്ട് വനംവകുപ്പ് കൈവശപ്പെടുത്തി. ഇത് തികച്ചും നിയമവിരുദ്ധമാണ്. വീട് വയ്ക്കുന്നതിന് തറ വലിച്ചതിന്റെ പേരിലാണ് അജീഷ് എന്ന യുവാവിന്റെ JCB വനംവകുപ്പ് കണ്ടുകെട്ടിയത്. ഈ പ്രദേശത്ത് എവിടെ മരം മുറിച്ചാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുകയാണെന്നും കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ, നേതാക്കളായ PB സബീഷ്, EN ചന്ദ്രൻ, MV ബേബി, ജോഷി മാത്യു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മൂന്നാർ ടൗണിൽ കാൽനടയാത്രക്കാർ ദുരിതത്തിൽ. കാൽനടയാത്രക്കാർക്കായി ഒരുക്കിയ ഫുട്പാത്തുകൾ അനധികൃത പാർക്കിങ്ങും വഴിയോര കച്ചവടക്കാരും കൈയടക്കിയതോടെ വിദ്യാർത്ഥികളടക്കമുള്ളവർ വാഹനങ്ങൾക്കിടയിലൂടെ നടക്കേണ്ട അവസ്ഥയിലാണ്. മൂന്നാർ ടൗണിലെ പ്രധാന റോഡുകളിലെ ഫുട്പാത്തുകൾ കാൽനട യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിലാണ്. ഇരുചക്ര വാഹനങ്ങളുടെ അനധികൃത പാർക്കിങ്ങും വഴിയോര കച്ചവടവും ഫുട്പാത്തുകൾ കൈയടക്കി കഴിഞ്ഞു. ഇതോടെ സ്കൂളുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളടക്കമുള്ള കാൽനട യാത്രക്കാർ തിരക്കേറിയ റോഡിലൂടെ സഞ്ചരിക്കേണ്ട ഗതികേടിലാണ്. സ്കൂൾ സമയങ്ങളിൽ വാഹനത്തിരക്ക് കൂടുതലാകുന്നതിനാൽ അപകട സാധ്യതയും വർദ്ധിക്കും. ഫുട്പാത്തുകളിലെ കയ്യേറ്റം കാരണം ചെറിയ അപകടങ്ങളും വാഹനം ദേഹത്ത് തട്ടുന്ന സംഭവങ്ങളും പതിവാണ്. டூரிஸ்ட் கெஸ்ட் வர்றவங்க பைக் பார்க்கிங் இந்த கடைகள் உள்ள ஃபுட்பாத்தில் நடக்கிறதுக்கு முடியல. கெஸ்ட் வரவங்க ரொம்ப பாதிக்கப்படுறாங்க. தமிழ்நாட்டில இருந்து வர்ற கடைக்காரங்க, சிறு கடைக்காரங்கலாம் வழியில பிளாட்ஃபார்ம்ல கடையை போறதுனால பெரியவங்க வயசானவங்க நடக்க முடியல, கீழே வலிக்க விழுந்துறாங்க. அந்த மாதிரி நிறைய காரியங்கள் இருக்கு. இது உடனடியா நம்ம பஞ்சாயத்தும் പോലീസും ഉടനെ നടപടി എടുക്കണം. ഫുട്പാത്തുകളിലെ അനധികൃത പാർക്കിങ്ങും കയ്യേറ്റവും ഒഴിവാക്കി കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി നടക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് ആവശ്യം. വണ്ടിപ്പെരിയാർ അർണയ്ക്കൽ ഗ്രാമ്പിയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. ഇതോടെ വയനാട് നിന്നുള്ള വിദഗ്ധ RRT സംഘത്തെ വനംവകുപ്പ് വണ്ടിപ്പെരിയാറിൽ എത്തിച്ചു.
കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി വണ്ടിപ്പെരിയാർ ഗ്രാമ്പി അർണക്കൽ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ട്. തുടർന്ന് വനംവകുപ്പ് ഈ പ്രദേശത്തായി 4ഓളം കൂടുകൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ കടുവയെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. ഇതിനിടെ വനംവകുപ്പ് സ്ഥാപിച്ചിരുന്ന ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങളും പതിഞ്ഞു. ഇതോടെയാണ് വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക RRT സംഘത്തെ വനംവകുപ്പ് സ്ഥലത്തെത്തിച്ചത്. ആദ്യം 5 പേരടങ്ങുന്ന സംഘമാണ് അർണക്കൽ മേഖലയിൽ എത്തിയത്. ഇവർ കടുവയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. തുടർന്ന് കൂടുതൽ സംഘാംഗങ്ങളും സ്ഥലത്തെത്തി. ഇനി കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ശ്രമമാണ് നടക്കുക. ഓപ്പറേഷൻ തൂഫാനിൽ തകർന്നടിഞ്ഞ് എക്സൈസിന്റെ ഓപ്പറേഷൻ തണ്ടർ. നിലവിൽ ഉടുമ്പൻചോല എക്സൈസ് സർക്കിളിൽ പരിശോധനകൾ നിലച്ചതായാണ് ആക്ഷേപം. പോലീസ് പരിശോധന നടത്തുന്നുണ്ടെങ്കിൽ തങ്ങൾ പ്രത്യേകമായി പരിശോധന നടത്തേണ്ടതില്ല എന്ന മനോഭാവമാണ് ചില ഉദ്യോഗസ്ഥർക്കെന്നാണ് ആരോപണം. സംസ്ഥാനതലത്തിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ നടപ്പിലാക്കിയ ഓപ്പറേഷൻ തൂഫാൻ സജീവമായിരിക്കെ എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടർ നെടുങ്കണ്ടം മേഖലയിൽ കാര്യക്ഷമമായി മുന്നോട്ടു പോകുന്നില്ലെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. നെടുങ്കണ്ടം മേഖലയിൽ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആവശ്യമായ പരിശോധനകളും റെയ്ഡുകളും നടക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണ് ഇതിന് കാരണമെന്നും വിമർശനമുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ വന്നതോടുകൂടി ലഹരി കേസുകൾ പോലീസ് ധാരാളം പിടിക്കുന്നുണ്ട്. എന്നാൽ ഇതിനുവേണ്ടി തന്നെയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് എക്സൈസ് വകുപ്പ് എന്ന് പറയുന്നത്. ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രതികരണം ഇതിനുണ്ടാകുന്നില്ല. ഇത് നേരത്തെ ഇവർ ഓപ്പറേഷൻ തണ്ടർ എന്ന പേരിൽ പല മയക്കുമരുന്ന് കേസുകളും ഒക്കെ പിടിച്ചുകൊണ്ടിരുന്നതാണ്. പുകയില ഉൽപ്പന്നങ്ങളും ഒക്കെ പിടിച്ചുകൊണ്ടിരുന്നതാണ് പലരുടെ നിന്ന്. അത് ഇപ്പം കാണാനേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വകുപ്പിൻ്റെ ഒരു ആവശ്യമില്ല. ഇത് പോലീസിനോട് ലയിപ്പിച്ച് ഒന്നായിട്ട് പ്രവർത്തിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ലഹരിമരുന്ന് കേസുകളിൽ പോലീസ് സജീവമായി ഇടപെടുകയും പിടിച്ചെടുക്കലുകൾ നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതേ മേഖലയിൽ എക്സൈസ് വകുപ്പ് വേണ്ടത്ര ഇടപെടൽ നടത്തുന്നില്ലെന്ന പരാതിയുമുണ്ട്. അതേസമയം പരിശോധനകൾ മുറക്കി നടക്കുന്നുണ്ടെങ്കിലും കാര്യമായ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലെന്നും എക്സൈസ് അധികൃതർ വിശദീകരിച്ചു. സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കുക, തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രൈവറ്റ് ബസ് വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റി അടിമാലിയിൽ ധർണ നടത്തി. അടിമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന ധർണ ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി KK കലേശൻ ഉദ്ഘാടനം ചെയ്തു. KSRTCയിലെ പ്രിയദർശിനി പദ്ധതി മൂലം സ്വകാര്യ ബസ് മേഖലയിൽ ഉണ്ടായ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിച്ചത്. അടിമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന സമരം ബസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി KK കലേശൻ ഉദ്ഘാടനം ചെയ്തു. എങ്ങനെ മുന്നോട്ട് പോകും? 4000-നും 5000-നും 3000-നും ഇടയിൽ തുകയാണ് ഓരോ ബസ്സിലും ഈ പ്രിയദർശിനി വരുന്നതിന് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നതിൽ നിന്നും കുറവ് വന്നിട്ടുള്ളത് എങ്കിൽ നമ്മുടെ വർദ്ധിപ്പിച്ച ഡീസലിന്റെ വില വർധനവ് നിങ്ങൾക്കറിയാം. പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള ഇപ്പോഴത്തെ വർധനവ് 8 രൂപ. എങ്ങനെ മുന്നോട്ട് പോകും? കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത സ്ഥിതി. അവിടെയാണിപ്പോ 6 ആഴ്ച സമയം, അത് കഴിഞ്ഞ് റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ട് ഞങ്ങൾ പഠിച്ച് അതിന്മേലൊരു തീരുമാനമെടുക്കും. അപ്പൊ അനന്തമായി നീട്ടിക്കൊണ്ടുപോയി ഈ മേഖലയാകെ അരാജകത്വം പിടിപെട്ട് ഈ മേഖല സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന നിലയിലേക്ക് കേരളത്തിലെ ഗവൺമെന്റ് പതിയെ മാറുകയാണ്. പ്രിയദർശിനി പദ്ധതി കേരളത്തിലെ സ്ത്രീകൾക്ക് ഗുണകരമാണ്. ഇത് സ്വകാര്യ ബസ് മേഖലയിലും കൂടി പ്രാവർത്തികമാക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കണമെന്നും സമരം ആവശ്യപ്പെട്ടു. യൂണിയൻ ഏരിയ സെക്രട്ടറി TK സുദേശ് കുമാർ അധ്യക്ഷനായിരുന്നു. യൂണിയൻ ജില്ലാ സെക്രട്ടറി KJ ദേവസ്യ, CPM ഏരിയ സെക്രട്ടറി ചാണ്ടി P അലക്സാണ്ടർ, മാത്യു ഫിലിപ്പ്, VB മോഹനൻ, PC രാജൻ, PS സിദ്ദിഖ്, KS സോമൻ, CR അഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ചയെ തുടർന്ന് കടുത്ത ഭരണസ്തംഭനമെന്ന് ആക്ഷേപം. ആഴ്ചകളായി പഞ്ചായത്ത് സെക്രട്ടറി ഓഫീസിൽ എത്തുന്നില്ലെന്നും ഡിജിറ്റൽ സംവിധാനങ്ങളുടെ മറവിൽ വഴിവക്കിലിരുന്ന് ഓൺലൈനായി മാത്രമാണ് ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതെന്നും UDF നേതാക്കൾ ആരോപിച്ചു. ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന സെക്രട്ടറിയുടെ ഈ നടപടിക്ക് LDF ഭരണസമിതി കൂട്ടുനിൽക്കുകയാണെന്നും പ്രതിപക്ഷം വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. സർക്കാർ ഓഫീസുകൾ ഡിജിറ്റലായതോടെ ജനങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായെന്നാണ് വൈപ്പ. എന്നാൽ ഡിജിറ്റൽ സംവിധാനങ്ങളെ എങ്ങനെ അട്ടിമറിക്കാമെന്നും ദുരുപയോഗം ചെയ്യാമെന്നും കാണിച്ചു തരികയാണ് രാജകുമാരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എന്നാണ് ആരോപണം. കഴിഞ്ഞ ഒരു മാസത്തെ അവധിക്ക് ശേഷം ജൂൺ 20-നാണ് സെക്രട്ടറി തിരികെ ജോലിയിൽ പ്രവേശിച്ചത്. എന്നാൽ അന്നു മുതൽ നാളിതുവരെ സെക്രട്ടറി പഞ്ചായത്ത് ഓഫീസിന്റെ പടി ചവിട്ടിയിട്ടില്ലെന്ന് UDF നേതാക്കൾ ആരോപിക്കുന്നു. രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ ഭരണസ്തംഭനം തുടരുകയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ സെക്രട്ടറി ഓഫീസിലെത്തിയിട്ട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ 20-ാം തീയതി, അതായത് ജൂൺ മാസം 20-ാം തീയതിയോടുകൂടി അവർ അതുവരെ ലീവായിരുന്നെന്നും അതിനുശേഷം അവർ ലീവിൽ നിന്ന് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തു. എന്നാൽ ആ കഴിഞ്ഞ 20-ാം തീയതി മുതൽ ഇന്ന് വരെ ഈ ഓഫീസിലെത്തിയിട്ടില്ല. പകരം ചുമതല ആർക്കും നൽകിയിട്ടുമില്ല. ഇപ്പം നിലവിൽ ഡിജിറ്റൽ സംവിധാനം
ആയതുകൊണ്ട് കേരളത്തിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിലും സെക്രട്ടറിക്ക് ഡിജിറ്റലായിട്ട് സൈൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാം. അതനുസരിച്ചിട്ട് ഓഫീസിലെത്താതെ വഴിവക്കിലിരുന്ന് ഡിജിറ്റലായി ഒപ്പിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണ്. അവരുടെ പേരിൽ നിരവധിയായ അഴിമതി ആരോപണങ്ങളും പുറത്തു പറഞ്ഞു കേൾക്കുന്നു. എന്നാൽ ഇതിനെയെല്ലാം ചോദ്യം ചെയ്യേണ്ട പഞ്ചായത്ത് പ്രസിഡന്റും LDF ഭരണസമിതിയും സെക്രട്ടറിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പകരം മറ്റാർക്കും ചുമതല നൽകാത്തതിനാൽ സാധാരണക്കാരായ ജനങ്ങളുടെ അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുന്നില്ല. നിലവിൽ കേരളത്തിൽ എവിടെയിരുന്നും ഫയലുകൾ നോക്കാമെന്ന ഡിജിറ്റൽ ആനുകൂല്യം മുതലെടുത്ത സെക്രട്ടറി വഴിവെക്കുകളിൽ വണ്ടി നിർത്തിയിട്ട് ഓൺലൈനായി കാര്യങ്ങൾ നടത്തുകയാണെന്നാണ് ആക്ഷേപം. ഇതിന് പിന്നിൽ വൻ അഴിമതി കഥകളുണ്ടെന്നും പ്രതിപക്ഷം ആരോപിച്ചു. 1 മാസത്തോളം ആർക്കും ചുമതലയില്ലാതെ സെക്രട്ടറി പഞ്ചായത്തിൽ ഹാജരാകാതെ ഇരുന്നിട്ട് പോലും LDF ഭരണസമിതിയോ പ്രസിഡന്റോ അതിന് ചോദ്യം ചെയ്തിട്ടില്ല, അന്വേഷിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യം. അങ്ങനെ സംരക്ഷിക്കാനുള്ള കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ സെക്രട്ടറി ഇവിടെ പുതുതായിട്ട് വരികയും LDFന് വേണ്ടി വഴിവിട്ട് ഇവരെ സഹായിക്കുകയും ചെയ്തിട്ടുള്ളതിൻ്റെ പ്രത്യുപകാരമായിരിക്കാം ഇങ്ങനെ ഇത് ചെയ്യുന്നത്. ഏതായാലും ഇതിനെല്ലാം എതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF പഞ്ചായത്ത് അംഗങ്ങളും ഇന്ന് വകുപ്പ് മന്ത്രിക്കും വിജിലൻസിനും പഞ്ചായത്ത് ഡയറക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ സെക്രട്ടറി ഇവിടെ വരികയോ പകരം ചുമതലക്കാരെ ഏൽപ്പിക്കുകയോ ചെയ്തില്ല എങ്കിൽ പ്രത്യക്ഷ സമരമായിട്ട് മുന്നോട്ട് പോകും എന്ന് മാത്രം അറിയിക്കും. ഈ നിയമലംഘനങ്ങളെ ചോദ്യം ചെയ്യേണ്ട പഞ്ചായത്ത് പ്രസിഡന്റും LDF ഭരണസമിതിയും സെക്രട്ടറിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് LDFനെ വഴിവിട്ട് സഹായിച്ചതിനുള്ള പ്രത്യുപകാരമാണ് ഈ സംരക്ഷണമെന്നും UDF ആരോപിച്ചു. വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും പഞ്ചായത്ത് ഡയറക്ടർക്കും വിജിലൻസിനും കോൺഗ്രസും UDFും പരാതി നൽകി. 2 ദിവസത്തിനകം സെക്രട്ടറി ഓഫീസിൽ ഹാജരാകുകയോ അല്ലെങ്കിൽ പകരം ചുമതല മറ്റാർക്കെങ്കിലും കൈമാറുകയോ ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരവുമായി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്താനാണ് UDFിന്റെ തീരുമാനം. UDF മണ്ഡലം കൺവീനർ റോയി ചാത്തനാട്ട്, മണ്ഡലം സെക്രട്ടറി സുനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിഷ ജോർജ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രദീപ് ശ്രീനിലയം, ജിഷ ബിനു, അഞ്ജു ജോഷി, സിബി സാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാലങ്ങളായി കാടുമൂടിക്കിടന്നിരുന്ന വാഴത്തോപ്പ് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാങ്കുളം സ്റ്റേഡിയം വീണ്ടും കായിക താരങ്ങൾക്കായി ഒരുങ്ങുന്നു. മാധ്യമ വാർത്തകളെ തുടർന്ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്റ്റേഡിയം വൃത്തിയാക്കുന്ന നടപടികൾ ആരംഭിച്ചു. പഞ്ചായത്തിലെ 4 വാർഡുകളിൽ നിന്നായി നിരവധി കായിക താരങ്ങൾ പരിശീലനത്തിനെത്തുന്ന സ്റ്റേഡിയം വർഷങ്ങളായി അവഗണനയുടെ നടുവിലായിരുന്നു. ഏകദേശം 14 വർഷം മുമ്പ് ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിലച്ചതോടെ പിന്നീട് വന്ന ഭരണസമിതികളൊന്നും സ്റ്റേഡിയത്തിന്റെ അറ്റകുറ്റപ്പണികളോ നവീകരണ പ്രവർത്തനങ്ങളോ നടത്തിയില്ല. മലയാള സിനിമയായ ഓശാനിയുടെ ചിത്രീകരണത്തിന് വരെ വേദിയായിരുന്ന സ്റ്റേഡിയമാണ് ഭൂമിയാംകുളം സ്റ്റേഡിയം. ഫുട്ബോൾ, ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള കായിക ഇനങ്ങളിൽ പരിശീലനം നടത്തുന്നവർക്ക് പന്ത് കാടിനുള്ളിലേക്ക് തെറിച്ചു പോകുമ്പോൾ അതെടുക്കാൻ പോകേണ്ടി വരുന്നതും ഇഴജന്തുക്കളുടെ സാന്നിധ്യം മൂലം സുരക്ഷാ ഭീഷണി നേരിടേണ്ടി വരുന്നതും പതിവായിരുന്നു. സ്റ്റേഡിയത്തിന്റെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസിന്റെ നേതൃത്വത്തിൽ സ്ഥലത്ത് നേരിട്ടെത്തി ശുചീകരണ നടപടികൾക്ക് തുടക്കമായത്. അപകടങ്ങൾ ഒഴിവാക്കുവാനൊക്കെ ആയിട്ട് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ ഇവിടെ ഈ കാട് പിടിച്ച് കിടക്കുന്ന ഈ സ്റ്റേഡിയം വൃത്തിയാക്കി കുട്ടികൾക്ക് കളിക്കുവാനും അവർക്ക് ആവശ്യമായിട്ടുള്ള വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് കളിക്കുവാനും അവരെ മറ്റ് രീതികളിലേക്ക് ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി കുട്ടികൾ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കളിക്കുവാൻ അവരെ വൈകുന്നേരങ്ങളിൽ അവർക്ക് കളിക്കുവാനുള്ള കളിസ്ഥലവും അതുപോലെ തന്നെ അവരെ ആ രീതിയിലേക്ക് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവന്നാൽ നമുക്ക് നാളുകളിൽ നമ്മുടെ വരും തലമുറയെ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നുമൊക്കെ മോചിപ്പിക്കുവാൻ നമുക്കിങ്ങനെയുള്ള സ്റ്റേഡിയങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ മുൻ ഭരണസമിതിയുടെ നേതൃത്വത്തിലൊക്കെ നൽകിയ എല്ലാ സേവനങ്ങളെയും സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഈ സ്റ്റേഡിയം ഇവിടെ നല്ല വൃത്തിയായിട്ട് JCB ഉപയോഗിച്ച് കാടുകളെല്ലാം വെട്ടിത്തെളിച്ച് കുട്ടികൾക്ക് കളിക്കുവാൻ സൗകര്യപ്രദമായ രീതിയിൽ ഒരുക്കുന്നതിനായിട്ടാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസിനൊപ്പം ഗ്രാമപഞ്ചായത്ത് അംഗം സാലി ബാബു, DKTF ജില്ലാ പ്രസിഡന്റ് അനിൽ ആനിക്കനാട്ട്, കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് CP സലീം, പൊതുപ്രവർത്തകരായ ബിജു ഉറുമ്പിൽ, ബോസ് കാഞ്ഞിരത്തിങ്കൽ എന്നിവരും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ലഭിക്കണമെന്ന പ്രാർത്ഥനയുമായി തമിഴ്നാട്ടിലെ കർഷകർ വിവിധ മതവിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ തേക്കടിയിൽ സർവ്വമത പ്രാർത്ഥനയും പ്രത്യേക പൂജകളും നടന്നു. ജലനിരപ്പ് കുറഞ്ഞതോടെ ഒന്നാം കൃഷി അനിശ്ചിതത്വത്തിലായ സാഹചര്യത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. കമ്പം ചിന്നമന്നൂർ കർഷക സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ തേക്കടിയിലെ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിന് മുൻപിലുള്ള ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടത്തി. തുടർന്ന് പെരിയാർ അണക്കെട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം തുറന്നുവിടുന്ന തേക്കടി ഷട്ടർ പരിസരത്ത് ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ
മത നേതാക്കളുടെ നേതൃത്വത്തിൽ സർവ്വമത പ്രാർത്ഥനയും നടന്നു. കമ്പം വേവേർപള്ളി ചീഫ് ഇമാം മൗലവി അലാവുദ്ദീൻ മിസ്ബാഹി, റെമ റിവൈവൽ ചർച്ച് ബിഷപ്പ് ജ്ഞാനപ്രകാശം, കമ്പം വേലപ്പർ ക്ഷേത്രം അർച്ചകൻ രവി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ 14,000-ലധികം കർഷകർ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലത്തെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. എല്ലാ വർഷവും ജൂൺ ആദ്യവാരത്തിൽ ഒന്നാം കൃഷിക്കായി 120 ദിവസത്തേക്ക് 200 ഘനയടി വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട്. എന്നാൽ ഇത്തവണ കാലവർഷം ദുർബലമായതും അണക്കെട്ടിലെ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞതും മൂലം ഒന്നാം കൃഷി ആരംഭിക്കുന്നതിൽ ആശങ്ക ഉയർന്നിരിക്കുകയാണ്. നിലവിൽ അണക്കെട്ടിലെ ജലനിരപ്പ് 112.90 അടിയാണ്. ജലനിരപ്പ് 118 അടി പിന്നിട്ട ശേഷമേ ഒന്നാം കൃഷിക്കായി വെള്ളം തമിഴ്നാട്ടിലേക്ക് തുറന്നുവിടാനാകൂ. 2019-ലും സമാന സാഹചര്യത്തിൽ തമിഴ്നാട് ഇവിടെ സർവ്വമത പ്രാർത്ഥന സംഘടിപ്പിച്ചിരുന്നുവെന്നും തുടർന്ന് നല്ല മഴ ലഭിച്ചതായും കർഷകർ ചൂണ്ടിക്കാട്ടി. ജില്ലാ കർഷക സംഘം വർക്കിംഗ് പ്രസിഡന്റ് എസ് മനോഹരന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കമ്പം വാവേർപള്ളി ജമാഅത്ത് പ്രസിഡന്റ് ഹാജി സൈനുലാബ്ദീൻ അമ്പ, വ്യവസായി രായപ്പംപെട്ടി ആനന്ദൻ, ചെന്നൈ സെൽവം, തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജഗോപാൽ, അസിസ്റ്റന്റ് എഞ്ചിനീയർ മഹേന്ദ്രൻ എന്നിവരടക്കം നിരവധി കർഷക സംഘടനാ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ എക്കോസിസ്റ്റം പദ്ധതിയുടെ ഭാഗമായി ദേശീയ നമസ്തയുടെ കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മനുഷ്യർ നേരിട്ട് മലിനജല മാൻഹോൾ ശുചീകരണ ജോലികളിൽ ഏർപ്പെടേണ്ട സാഹചര്യം ഒഴിവാക്കി യന്ത്രവൽക്കരണ സംവിധാനങ്ങൾ വ്യാപകമാക്കുക, ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷയും ആരോഗ്യവും ഉറപ്പാക്കുക, അവരുടെ സാമൂഹികവും സാമ്പത്തികവുമായ ക്ഷേമം മെച്ചപ്പെടുത്തുക എന്നിവയാണ് നമസ്തേ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശുചീകരണ പ്രവർത്തനങ്ങളുമായി നിൽക്കുന്ന ആളുകൾ അഭിമുഖീകരിക്കുന്ന കുറേ വെല്ലുവിളികളും കുറേ ഭീഷണികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഓരോ വെല്ലുവിളികളും ഭീഷണികളുമൊക്കെ അതിനെ നമ്മൾ ലഘൂകരിച്ച് കൊണ്ടുവന്നുകൊണ്ട് അവരുടെ ഈ രംഗത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ റിസ്ക് പരമാവധി ഇല്ലെന്നാക്കിക്കൊണ്ട് ഈ രംഗത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരപകടവും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പുവരുത്തി അവരുടെ സുരക്ഷിതത്വവും അതോടൊപ്പം തന്നെ ചെയ്യുന്ന തൊഴിലിൻ്റെ ആ ഒരു അന്തസ്സും അതിൻ്റെ മഹിമയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും. ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ ലീലാമ ബേബി അധ്യക്ഷത വഹിച്ചു. ശുചീകരണ തൊഴിലാളികളുടെയും മാലിന്യ ശേഖരണ പ്രവർത്തകരുടെയും സേവനങ്ങളെ ആദരിക്കുകയും സുരക്ഷിതവും യന്ത്രവൽകൃതവുമായ രൂപീകരണ സംവിധാനങ്ങളുടെ പ്രാധാന്യം സമൂഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ശുചീകരണ തൊഴിലാളികളെയും മാലിന്യ ശേഖരണ പ്രവർത്തകരെയും ആദരിച്ചു. ഡോക്ടർ അനൂപിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും നടന്നു. അർഹരായ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ കാർഡുകൾ വിതരണം ചെയ്തു. നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, കൗൺസിലർമാർ, ഹരിതകർമ്മ സേന അംഗങ്ങൾ, നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ആനവിലാസം സെന്റ് ജോർജ് UP സ്കൂളും KVVS ആനവിലാസം യൂണിറ്റും സംയുക്തമായി ഓപ്പറേഷൻ തൂഫാൻ ലഹരിവിരുദ്ധ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ബുധനാഴ്ച ആനവിലാസത്ത് ലഹരിവിരുദ്ധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും. കാഞ്ഞിരപ്പള്ളി രൂപത വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണംപ്ലാക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളിലും പൊതുസമൂഹത്തിലും ബോധവൽക്കരണം ശക്തിപ്പെടുത്തുക, ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുക, ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമെതിരെ ശക്തമായ സാമൂഹിക സന്ദേശം നൽകുക എന്നിവ ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സൈക്കിൾ റാലി, ഫ്ലാഷ് മോബ്, ലഹരിവിരുദ്ധ പ്രതിജ്ഞ, ലഘുലേഖ വിതരണം, ലഹരിക്കെതിരായ ഐക്യദാർഢ്യ ഒപ്പുശേഖരണം തുടങ്ങിയ വിവിധ ബോധവൽക്കരണ പരിപാടികൾ ഇതോടനുബന്ധിച്ച് നടക്കും. വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, PTA, MPTA ഭാരവാഹികൾ, വ്യാപാരികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവരുടെ പങ്കാളിത്തത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി രൂപത വികാരി ജനറൽ ബഹുമാനപ്പെട്ട ബോബി അലക്സ് മണ്ണംപ്ലാക്കലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വിവിധ രാഷ്ട്രീയ നേതാക്കളും കുമളി സർക്കിൾ ഇൻസ്പെക്ടർ അഭിലാഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തുന്നു. വിവിധ മേഖലകളിലെ പ്രമുഖരും വ്യാപാരികളും PTA അംഗങ്ങളും രക്ഷിതാക്കളും പൊതുജനങ്ങളും എല്ലാം ഒന്നുചേർന്ന് ലഹരിക്കെതിരെ സമൂഹത്തിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ഒരു ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ഈ ക്യാമ്പയിൻ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ക്യാമ്പയിൻ നടത്തുമ്പോൾ ആനവിലാസം എന്ന കൊച്ചു ഗ്രാമത്തെയും ഈ ലഹരിയിൽ നിന്നും വിമുക്തമാക്കുക, എന്തെങ്കിലുമൊക്കെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രോജക്റ്റും ഒരു ക്യാമ്പയിനുമാണ് ലഹരി വിരുദ്ധ റാലിയും പൊതുസമ്മേളനവും.
കാഞ്ഞിരപ്പള്ളി രൂപത വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണംപ്ലാക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ മാനേജർ ഫാദർ റോബിൻ പാട്ടുകാലായിൽ അധ്യക്ഷത വഹിക്കും. കുമളി SHO അഭിലാഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ഇതോടനുബന്ധിച്ച് സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനോദ്ഘാടനവും നടക്കും. വിദ്യാർത്ഥികളിൽ ലഹരിവിരുദ്ധ ബോധം വളർത്തുന്നതിനും ലഹരി മാഫിയക്കെതിരെ സമൂഹം ജാഗ്രത പുലർത്തേണ്ടതിന്റെ ആവശ്യകത ജനങ്ങളിൽ എത്തിക്കുന്നതിനുമായി വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ റോബിൻ പാട്രക്കാലായിൽ, ബിനീഷ് കുമാർ, മാത്യു VC, ബിജു ജേക്കബ്, റോയി T ഇമ്മാനുവൽ, അരുൺ ദേവസ്യ, തോമസ് പോൾ എന്നിവർ പങ്കെടുത്തു. അടിമാലി ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്നു. ജൂലൈ 6-ന് ചേർന്ന ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കി ഗതാഗത കുരുക്ക് പരിഹരിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. ബുധനാഴ്ച മുതൽ പുതിയ ട്രാഫിക് പരിഷ്കരണങ്ങൾ നിലവിൽ വരും. നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. നാളുകളായി അടിമാലി ടൗണിൽ നിലനിൽക്കുന്ന ഗതാഗത കുരുക്കിന് ബുധനാഴ്ച മുതൽ പരിഹാരമാകും. കഴിഞ്ഞ ജൂലൈ 6-ന് ചേർന്ന ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം പുതിയ ട്രാഫിക് പരിഷ്കരണങ്ങൾ പ്രാബല്യത്തിൽ വരും. അനധികൃത പാർക്കിംഗ് മുതൽ വൺ വേ സംവിധാനങ്ങളും കൃത്യമായി നടപ്പിലാക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. പട്ടണത്തിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ ട്രേഡ് യൂണിയനുകൾ, അതുപോലെ തന്നെ പോലീസ്, RTO ഉദ്യോഗസ്ഥർ, മർച്ചന്റ് അസോസിയേഷൻ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ അടക്കമുള്ള ആളുകളെ ചേർത്ത് വെച്ച് ഒരു ട്രാഫിക് കമ്മിറ്റി ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ചേരുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 13ഓളം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ഈ 15-ാം തീയതി തന്നെ പ്രാബല്യത്തിൽ വരുത്താനാണ് ഉദ്ദേശിക്കുന്നത്. തീരുമാനങ്ങളുമായി ഇവിടെ എത്തിച്ചേരുന്ന ഈ പട്ടണവുമായി ബന്ധപ്പെടുന്ന എല്ലാവരും പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. താലൂക്ക് ആശുപത്രിക്ക് മുൻപിലും വശങ്ങളിലുമുള്ള വാഹനങ്ങളുടെ പാർക്കിംഗ്, അനധികൃത കച്ചവടം എന്നിവ അനുവദിക്കില്ല. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പിടിച്ചിട്ടിരിക്കുന്ന തുരുമ്പ് പിടിച്ച വാഹനങ്ങൾ റോഡിന്റെ വശങ്ങളിൽ നിന്നും നീക്കം ചെയ്യും. അടിമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ പിഴ ഈടാക്കും. ലൈബ്രറി റോഡ് വൺ വേ സംവിധാനം കർശനമായി നടപ്പിലാക്കും. മൂന്നാർ ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പ് പഞ്ചായത്തിന്റെ ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിന് സമീപത്തേക്ക് മാറ്റും. ഇരുമ്പുപാലം ഭാഗത്തേക്കുള്ള ബസ്സുകൾ പഞ്ചായത്ത് ജംഗ്ഷൻ വരെ വന്നുപോകാൻ തീരുമാനമെടുത്തു. ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറിയിറങ്ങുന്നതിന് മാറ്റം വരുത്തി. 22 ഓട്ടോ സ്റ്റാൻഡുകൾക്ക് പെർമിറ്റ് അനുവദിക്കും. തുടങ്ങി 17ഓളം പുതിയ പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്കായുള്ള മുച്ചക്ര വാഹന വിതരണം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ശിശുവികസന പദ്ധതി ഓഫീസ് മുഖേനയാണ് പദ്ധതി നിർവഹണം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2.5 ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പാക്കുന്നത്. ആനക്കല്ല് സ്വദേശി M മണി, സേനാപതി സ്വദേശി ബൈജു ചാക്കോ എന്നിവർക്കാണ് ആദ്യഘട്ടത്തിൽ വാഹനങ്ങൾ നൽകിയത്. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിംല ബീവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമി വാഹനങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട CDPO ആണ് അതിൻ്റെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ. നമ്മളതിപ്പോൾ 2 വാഹനമാണ് നമുക്കിവിടെ നൽകാനായിട്ട് സാധിച്ചത്. ഒന്ന് നെടുങ്കണ്ടവും ഒന്ന് സേനാപതിയും. 2 പേർക്കായിട്ടാണ് ഇപ്പം നമ്മൾ നൽകുന്നത്. അപ്പോൾ ഇത് നൽകുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം അവരുടെ ഒരു ജീവിത മാർഗത്തിലേക്ക്, അതായത് ജീവിത ഉപാധി എന്ന നിലയിൽ അവർക്ക്. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ KR രാമചന്ദ്രൻ, സോണിയ മാർട്ടിൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷൈജ സണ്ണി, വിപിൻ C അഗസ്റ്റിൻ, ശിശുവികസന പദ്ധതി ഓഫീസർ ടീന ജോയി, ഉദ്യോഗസ്ഥരായ രാജേഷ് ബാബു, TR, സുദീപ് TS തുടങ്ങിയവർ സംസാരിച്ചു. ചക്കവള്ളം ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിൽ ഉൾപ്പെട്ട 6-ാം മൈൽ മഠത്തിനകത്തുപടി റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗതത്തിനായി തുറന്നു നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജിമോൾ ഷിബി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അന്തരിച്ച പീരിമേട് മുൻ MLA വാഴൂർ സോമന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 6.5 ലക്ഷം രൂപയും തൊഴിലുറപ്പ് പദ്ധതി വിഹിതമായ 1.25 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് 6-ാം മൈൽ മഠത്തിനകത്തുപടി റോഡിന്റെ കോൺക്രീറ്റ് പണികൾ നടത്തിയത്. നിരവധി വർഷങ്ങളായി ഗതാഗത യോഗ്യമല്ലാതെ കിടന്നിരുന്ന റോഡ് ഗ്രാമപഞ്ചായത്ത് അംഗം ജയൻ കുഴിക്കാട്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശ്രമ ഫലമായാണ് പൂർത്തീകരിച്ചത്. വിനോദസഞ്ചാര കേന്ദ്രമായ ചെല്ലാർകോവിലേക്കുള്ള ബൈപ്പാസ് എന്ന നിലയിലും പഞ്ചായത്തിലെ 3 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാത എന്ന നിലയിലും ജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന റോഡാണ് കോൺക്രീറ്റ് പണികൾ പൂർത്തിയാക്കിയ ശേഷം ഗതാഗതത്തിനായി തുറന്നു നൽകിയത്. റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജിമോൾ ഷിബി നിർവഹിച്ചു. അതുപോലെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പാതയായിരുന്നു ഇത്. അത് നമ്മുടെ മെമ്പറുടെ ശ്രമഫലത്തോടു കൂടി, അതോടൊപ്പം തന്നെ നമ്മുടെ അന്തരിച്ച മുൻ MLA വാഴൂർ സോമനും അദ്ദേഹത്തെ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മുൻ പഞ്ചായത്ത് മെമ്പർ, വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറുമായ നമ്മുടെ വത്സമ്മ ചേച്ചിയൊക്കെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി അനുസ്മരിക്കുകയാണ്. കാരണം എല്ലാവരുടെയും കൂടി ഒരു പ്രവർത്തനം, പ്രത്യേകിച്ച് നമ്മുടെ ഈ വാർഡിലെ നിങ്ങളുടെ എല്ലാവരുടെയും ഈ വാർഡിലെ എല്ലാ ആൾക്കാരുടെയും കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ് നമ്മുടെ ഈ തോടും അതോടൊപ്പം തന്നെ ഈ റോഡും ഇന്ന് ഗതാഗത യോഗ്യമായിരിക്കുന്നത്.
ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് അംഗവുമായ ജയൻ കുഴിക്കാട്ട്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയമോൾ സാബു, ഗ്രാമപഞ്ചായത്ത് അംഗം അശ്വതി കെ.എ, മുൻ വാർഡംഗം വത്സമ്മ ജയപ്രകാശ്, തമ്പി വരയന്നൂർ, ബിനീഷ് മധുരത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. നവീകരിച്ച ഇരട്ടയാർ വാഴവര സെന്റ് മേരീസ് ദേവാലയത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നടന്നു. ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ നേതൃത്വം നൽകി. കുടിയേറ്റ ജനതയുടെ ആദ്യകാല ദേവാലയങ്ങളിലൊന്നാണ് വാഴവര സെന്റ് മേരീസ് ദേവാലയം. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ നവീകരിച്ച ദേവാലയത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. മധ്യ തിരുവിതാംകൂറിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ മലയോര മണ്ണിലേക്ക് വലിയ സ്വപ്നങ്ങളുമായി ജീവിതത്തിൻ്റെ ത്യാഗങ്ങളും വേദനകളും നിറഞ്ഞ ഭാണ്ഡവുമായി കടന്നു വന്ന വലിയൊരു ജനതയുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സൗകര്യങ്ങളെല്ലാം. ആ ജനത ഈ നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ വിശ്വാസം ദൃഢമായി കാത്തുസൂക്ഷിക്കുവാനും ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കുവാനും വേണ്ടി വളരെ ത്യാഗത്തോടുകൂടി പുല്ലുമേഞ്ഞ ഷെഡുകളിൽ ദൈവാലയങ്ങൾ ആരംഭിച്ചു. പിന്നീട് ദൈവാലയത്തോട് ചേർന്ന് വിദ്യാലയങ്ങൾ ആരംഭിച്ചു. ദേവാലയങ്ങൾ നവീകരിച്ചു, പുതുക്കി പണിതു. ഈ വാഴവര സെന്റ് മേരീസ് ഇടവകയുടെ ചരിത്രത്തിൽ പള്ളി പണിയുകയും അത് പുതുക്കുകയും ഇപ്പോൾ അത് വീണ്ടും പുതുക്കുകയും ചെയ്തിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടാണ് ഇത് പണിതിരിക്കുന്നത്. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ചവരെ മൊമന്റോ നൽകി അനുമോദിച്ചു. ഇടുക്കി രൂപതയിലെ ബെസ്റ്റ് ഹയർ സെക്കൻഡറി അധ്യാപകനായി തിരഞ്ഞെടുക്കപ്പെട്ട ജോയ് കുടക്കല്ലിങ്കൽ, MG യൂണിവേഴ്സിറ്റി ഡിഗ്രി പരീക്ഷയിൽ വിവിധ റാങ്കുകൾ നേടിയ അലീന ജോഷി പാച്ചോലിയിൽ, എമിലി ജോയി കുടക്കല്ലിങ്കൽ, റോസ്മരിയ സജി മുത്തനാട്, നിധി മേരി സജി മണ്ണിപ്ലാക്കൽ, SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങിയ വിദ്യാർത്ഥികൾ എന്നിവരെയാണ് അനുമോദിച്ചത്. ഇടവക വികാരി ഫാദർ തോമസ് തൈച്ചേരിയിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ സെബാസ്റ്റ്യൻ ചിലമ്പിക്കുന്നേൽ, കൈക്കാരന്മാരായ റിജി തോട്ടപ്പള്ളി, ജോൺസൺ മുളയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജെറോം സ്കൂളിൽ കരാട്ടെ പരിശീലിച്ചവർക്ക് ബ്ലാക്ക് ബെൽറ്റും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിൻസി സെബാസ്റ്റ്യൻ സർട്ടിഫിക്കറ്റും ബെൽറ്റും കൈമാറി. കഴിഞ്ഞ 4 വർഷമായി ചെയ്തുവന്ന കഠിന പരിശീലനത്തിന്റെ ഭാഗമായാണ് 7 കുട്ടികൾ ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കിയത്. ടോമി ജോസഫ് വെട്ടിക്കുഴയാണ് പരിശീലകൻ. സ്കൂൾ അസംബ്ലിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് ബിൻസി സെബാസ്റ്റ്യൻ സർട്ടിഫിക്കറ്റും ബെൽറ്റും കുട്ടികൾക്ക് കൈമാറി. നമ്മുടെ സ്കൂളിലെ മിന സന്തോഷ്, അലോണ എസ് മാത്യു, നിസ മാത്യു, ഏഞ്ചൽ ടെസിൻ, നിയ ആൻഡ് എബ്രാഹിം, ജോർജ് സണ്ണി, സഞ്ജി, ആൽബിൻ ജോസഫ് ജുബി, ഇങ്ങനെ ഈ 7 കുട്ടികളെ ബ്ലാക്ക് ബെൽറ്റ് നേടി, കരാട്ടയിലെ ബ്ലാക്ക് ബെൽറ്റ് നേടി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ച് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുന്നതിനാണ് ഇവിടെ ആയിരിക്കുക. കരാട്ടെ നമുക്കറിയാം ഒരു ജാപ്പനീസ് ആയോധന കലയാണ്. കരാട്ടെ എന്ന വാക്കിൻ്റെ അർത്ഥവും നിങ്ങൾക്കറിയാം. എന്താ? വെറും കൈ, ആയുധമില്ലാതെ തന്നെ ശാരീരിക അഭ്യാസം കൊണ്ടും കാലുകളുടെ ചലനം കൊണ്ടും നമ്മൾ ആയോധന കല അഭ്യസിക്കുകയാണ് കരാട്ടയിലൂടെ ചെയ്യുന്നത്. സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് മേരി ജോസഫ്, സ്റ്റാഫ് സെക്രട്ടറി ബെന്നി KP, PTA സെക്രട്ടറി ജെയ്സൺ ചെറോം, സിസ്റ്റർ ആശ ജോർജ്, സിസ്റ്റർ ജീന ജോസ്, സോണി തോമസ്, സോഫിയ മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി. ലയൺസ് ക്ലബ്ബ് ഓഫ് പെരിയാർ തേക്കടിയുടെ 2026-27 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ പദ്ധതികളുടെ ഉദ്ഘാടനവും കുമളിയിൽ നടന്നു. പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ഷൈൻ കുമാർ ഉദ്ഘാടനം ചെയ്തു. 2002 ചാർട്ടർ ചെയ്ത കുമളി മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ച ലയൺസ് ക്ലബ്ബ് ഓഫ് പെരിയാർ തേക്കടി സേവന പ്രവർത്തനങ്ങളുടെ 25ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇക്കൊല്ലം ഭവന നിർമ്മാണം, നിർധന രോഗീ സഹായം, അട്ടപ്പള്ളത്ത് പ്രവർത്തിക്കുന്ന സൗജന്യ ഡയാലിസിസ് സെന്ററായ ക്രോസ് സംഘടനയിൽ സഹായം എത്തിക്കുക എന്നിങ്ങനെയാണ് പദ്ധതികൾ ലക്ഷ്യമിട്ടിട്ടുള്ളത്.
ലയൺസ് ക്ലബ് മുൻ പ്രസിഡന്റ് മാത്യു തോമസ് അധ്യക്ഷത വഹിച്ച യോഗം പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ഷൈൻകുമാർ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് തിരുവനന്തപുരത്തിന്റെ ഭാഗമായി നമ്മുടെ ഭരണകൂടത്തിൽ നിന്ന് ആര് വന്നാലും നമ്മളെപ്പോഴും വെളിപ്പെടുത്തേണ്ട രഹസ്യമല്ല, പരസ്യമായ കാര്യങ്ങൾ പറയാനുള്ള ചങ്കൂറ്റവും പരസ്യമായി പറയാനുള്ള നോളജും നമുക്കുണ്ടാവണം. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് തിരുവനന്തപുരത്തിന്റെ ഭാഗമായി കോട്ടും സൂട്ടും ഇട്ട് വരുന്നവരല്ല നമ്മൾ. അതിന്റെ ഭാഗമായി പ്രൊഫൈൽ ബിസിനസ് എന്ന് പറയുന്ന പോലെ പ്രൊഫൈൽ സർവീസ് ബിസിനസ് നടത്തുന്ന ആളുകളാണ് നമ്മളെന്ന വലിയ ചിന്ത നമുക്ക് വേണം. പ്രസിഡന്റായി സാജു ജോസഫ്, സെക്രട്ടറിയായി ജിജിൻ തോമസ്, ട്രഷററായി ജെയ്മോൻ എം തോമസ് എന്നിവരും മറ്റു ഭാരവാഹികളും ചുമതലയേറ്റു. ക്ലബിന്റെ ഈ വർഷത്തെ ഹൗസിംഗ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വർഗീസ് നിർവഹിച്ചു. ക്രോസ് ഡയാലിസിസ് സെന്ററിനുള്ള സഹായ വിതരണം ഇടുക്കി ഡിവൈഎസ്പി ഷിജു BS നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ആൻസി ജെയിംസ്, ലയൺസ് റീജിയൻ ചെയർമാൻ അമൽ മാത്യു, സോൺ ചെയർമാൻ ജെബിൻ ജോസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമളി യൂണിറ്റ് പ്രസിഡന്റ് മച്ചോ കാരിമുട്ടം, ലേഡീസ് ഫോറം പ്രസിഡന്റ് ഷീന ജോസഫ് എന്നിവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. കുടിയേറ്റത്തിന്റെ കരിമ്പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും കനകം വിളയിച്ച ഇടുക്കിയുടെ മണ്ണിൽ വീണ്ടും ഒരു കാർഷിക വിസ്മയം. പനംകുട്ടി സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മുളക് ഫെസ്റ്റ് നാടിനാകെ പുതുമയും കൗതുകവുമായി. എരിവിന്റെയും നിറങ്ങളുടെയും വൈവിധ്യം തീർത്ത പ്രദർശനത്തിൽ കാന്താരി മുളക് മുതൽ പേര് കേട്ടാൽ ഞെട്ടുന്ന കരണംപൊട്ടി മുളക് വരെ ഇടം പിടിച്ചു. 180ഓളം വ്യത്യസ്ത ഇനം മുളകുകളാണ് പ്രദർശനത്തിൽ ഇടം നേടിയത്. ഇടവക സമൂഹവും നാട്ടുകാരും കൈകോർത്തതോടെ പള്ളിമുറ്റം വൈവിധ്യമാർന്ന മുളകുകളുടെ പ്രദർശന വേദിയായി മാറി. നിത്യജീവിതത്തിൽ നാം കാണുന്ന മുളകുകൾക്ക് പുറമേ അലങ്കാര മുളകുകൾ, പല വലിപ്പത്തിലും നിറത്തിലുമുള്ള ക്യാപ്സിക്കങ്ങൾ, വലിപ്പമേറിയ ബജ്ജി മുളകുകൾ എന്നിവയെല്ലാം മേളയുടെ പ്രധാന ആകർഷണമായി. കേവലമൊരു പ്രദർശനത്തിനൊപ്പം വലിയൊരു ലക്ഷ്യവുമായാണ് മുളക് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. കുടിയേറ്റ കാലം മുതൽ ഹൈറേഞ്ചുകാരുടെ അടുക്കളകളിലും പറമ്പുകളിലും നിറഞ്ഞു നിന്നിരുന്ന ഔഷധ ഗുണമേറിയ കാന്താരി മുളകിന്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും വംശനാശ ഭീഷണി നേരിടുന്ന പരമ്പരാഗത മുളകിനങ്ങളെ സംരക്ഷിക്കാനും വേണ്ടിയാണ് ഇത്തരമൊരു വേദി ഒരുക്കിയത്. നമ്മുടെ പൂർവികർ കാത്തുസൂക്ഷിച്ച കാർഷിക സംസ്കാരവും പരമ്പരാഗത വിത്തിനങ്ങളും വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്ന് സംഘാടകർ പറഞ്ഞു. പനംകുട്ടി സെന്റ് ജോസഫ് സൺഡേ സ്കൂളിൻ്റെയും മിഷൻ ലീവിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ ഒരു മുളക് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും മുളക് ഫെസ്റ്റ് സംഘടിപ്പിക്കുക. നമ്മുടെ പറമ്പിലും തൊടിയിലുമൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ മുളകുകൾ ശേഖരിച്ച് എത്ര വെറൈറ്റി ശേഖരിക്കാമെന്നുള്ളൊരു ലക്ഷ്യത്തോട് ചെയ്ത പരിപാടിയാണ്. വന്നു കഴിഞ്ഞപ്പോൾ 180ഓളം വെറൈറ്റി മുളകുകൾ ഈ പനംകുടി പ്രദേശത്ത് തന്നെ ഞങ്ങൾ ശേഖരിക്കാൻ സാധിച്ചു. ആ മുളകുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വിവിധ ഇനം മുളകുകളെ അടുത്തറിയാനും അവയുടെ കൃഷിരീതികൾ മനസ്സിലാക്കാനും നൂറുകണക്കിന് ആളുകളാണ് പനംകുട്ടി ദേവാലയത്തിലേക്ക് എത്തിയത്. കാർഷിക രംഗത്തേക്ക് പുതിയ തലമുറയെ ആകർഷിക്കാനും ജൈവ കൃഷിയുടെ പ്രാധാന്യം വിളിച്ചോതാനും ഈ ഫെസ്റ്റിന് സാധിച്ചു. എരിവിന്റെ വൈവിധ്യം മാത്രമല്ല, ഒത്തൊരുമയുടെയും കാർഷിക പൈതൃകത്തിന്റെയും നല്ലൊരു സന്ദേശം കൂടിയാണ് പനംകുട്ടി ഇടവകയും നാട്ടുകാരും ഈ മേളയിലൂടെ പങ്കുവെച്ചത്. പനംകുട്ടി സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ ജോസഫ് ഫോവത്തിൽ, സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ ടോമി അഗസ്റ്റിൻ, കൈക്കാരന്മാരായ സിബി പൊരിമറ്റം, ജോൺസൺ വലിയ വീട്ടിൽ, ബ്രദർ ലിയോ പൊരിമറ്റത്തിൽ, സിസ്റ്റർ വിമൽ, സിസ്റ്റർ ജൂലി മാത്യു, സോണി ടോമി, ഡെൽമി എന്നിവർ നേതൃത്വം നൽകി. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. സൗത്ത് ഇന്ത്യൻ കാർഡമം ഓൺലൈൻ ഓപ്ഷൻ ഏലക്ക ലേല വിവരം. ആകലോട്ട് 182, വിൽപ്പനയ്ക്ക് വന്നത് 37,771, വിൽപ്പന നടന്നത് 36,586, കൂടിയ വില 3,736, ശരാശരി വില 2,780. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 700 രൂപ, ഏലം കൂടിയ വില 2,800, ഏലം ശരാശരി വില 2,500. കാപ്പിപ്പരിപ്പ് 350, ഗ്രാമ്പൂ 950, കൊക്കോ 100, റബ്ബർ 260. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 13,090 രൂപ, വെള്ളി 235.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കഞ്ഞിക്കുഴിയിൽ ആദിവാസി യുവാവിന്റെ മണ്ണുമാന്തി യന്ത്രം വനവകുപ്പ് വിട്ടു നൽകുന്നത് സംബന്ധിച്ച് തീരുമാനമായില്ല. മൂന്നാർ DFOയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. ബുധനാഴ്ച വനവകുപ്പ് മന്ത്രിയുമായി തിരുവനന്തപുരത്ത് വീണ്ടും ചർച്ച. ഇടുക്കിയിൽ ഭൂമാഫിയയ്ക്കും കയ്യേറ്റക്കാർക്കും കനത്ത പ്രഹരമേൽപ്പിച്ച് റവന്യൂ വകുപ്പിന്റെ തിരിച്ചുപിടിക്കൽ നടപടി. പൂപ്പാറ, രാജകുമാരി വില്ലേജുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പൂപ്പാറ മുള്ളംതണ്ടിലെ സർക്കാർ പുറമ്പോക്ക് ഭൂമി റവന്യൂ അധികൃതർ ഒഴിപ്പിച്ചു. നടപടികൾ കനത്ത പോലീസ് കാവലിൽ. കട്ടപ്പന നഗരത്തിലെ അനധികൃത നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയ നഗരസഭാ കൗൺസിലർ ബേബി കുര്യനെ നഗരസഭാ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അസഭ്യം പറഞ്ഞതായി പരാതി. സംഭവത്തിനെതിരെ LDF കൗൺസിലർമാർ നഗരസഭാ ഓഫീസിൽ പ്രതിഷേധിച്ചു. സംഭവത്തിൽ അടിയന്തര കൗൺസിൽ യോഗം ചേരണമെന്നും ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കർഷക സംഘം ഇടുക്കി ഏരിയ കമ്മിറ്റി 16-ന് നഗരംപാറ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. മുൻമന്ത്രി MM മണി സമരം ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.